നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതേപോലെ തന്നെ പ്രപഞ്ചം ഈ സമയം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 7 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതേപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ചാരിയറ്റ്, 8 of cups, 10 of pentacles, the lovers, hanged man, 3 of swords, ഏസ് ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു മാനസിക വിഷമം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ 7 ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏറെ വിശ്വസിച്ചവരിൽ നിന്നും ഒരു ചതിയോ വഞ്ചനയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പുറകിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ പറ്റിച്ചു എന്ന ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. അതിനാൽ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനുകളും ലക്ഷ്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ആരുമായിട്ടും പങ്കുവയ്ക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഊർജത്തെ പ്രപഞ്ചം അയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന, വിശ്വസിക്കാനായിട്ട് കഴിയുന്ന, പുതിയ ആശയങ്ങൾ കണ്ടെത്താനായിട്ട് കഴിവുള്ള ഒരു പുരുഷ എനർജിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം നിങ്ങൾക്കൊരു സഹായത്തിനായിട്ട് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു സുഹൃത്തായോ സഹോദരനായോ അല്ലെങ്കിൽ ഒരു പുതിയ വഴികാട്ടിയായോ ഒക്കെ അവരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവർക്ക് നിങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരാനായിട്ട് കഴിയുന്നതാണ്. അവർ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുന്നതാണ്. കൂടാതെ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ കാരണം നിങ്ങളിൽ പലരുടെയും സമാധാനം ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് 5 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ആ ഒരു വഴക്കിൽ അല്ലെങ്കിൽ ആ ഒരു തർക്കത്തിൽ ആര് ജയിച്ചു എന്നതിനേക്കാളൊക്കെ ഉപരി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നതാണ് നിങ്ങളെപ്പോൾ വളരെയധികം അലട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെ ഇനി മനസ്സിലിട്ട് വീണ്ടും ചിന്തിച്ചാൽ അത് നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെയും ഒക്കെ ഇല്ലാതാക്കും. അതിനാൽ തന്നെ അതിനെയൊക്കെ വിട്ട് കളയാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒരു ഒറ്റപ്പെടൽ ഇപ്പോൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളെ കേൾക്കാനോ മനസ്സിലാക്കാനോ സഹായിക്കാനോ ആരുമില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ വളരെയധികം ഒറ്റപ്പെടൽ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്
നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളും അതേപോലെ തന്നെ വഴികളുമൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങളിലെ സങ്കടങ്ങൾ മൂലം അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനെയൊക്കെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളോട് സഹായങ്ങൾ ചോദിക്കാനും അവരോട് മനസ്സ് തുറക്കാനും നിങ്ങൾ തയ്യാറാവുക. തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നും അവർക്ക് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ അറിയാനും അംഗീകരിക്കാനും ഒക്കെയുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ പഠനത്തിലായാലും തൊഴിലിലായാലും അവിടെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ അവിടെ നിങ്ങൾക്ക് വലിയ വിജയം സംഭവിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെയും അവരുടെയും അറിവും കഴിവും എല്ലാം കൂടി ചേർന്നാൽ അവിടെ നല്ലൊരു ഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതുവരെ നിങ്ങളെ തളർത്തിയ സാഹചര്യങ്ങളെല്ലാം മാറി, തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെയും ആളുകളെയും ഒക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം ഇനിയും അതിനെയൊക്കെ മനസ്സിലിട്ട് നടന്നാൽ അത് നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും ഒക്കെ നഷ്ടപ്പെടുത്തും. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് കാത്തുവച്ചിരിക്കുന്നത്. കൂടാതെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ഐശ്വര്യവും സമ്പത്തുമൊക്കെ വന്ന് ചേരും എന്നുള്ളതാണ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാനും പറയാനും ഒക്കെ ഒരുങ്ങിയാലും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരുങ്ങിയാലും അവിടെ നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ആദ്യം കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രപഞ്ചം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ എന്ത് കാര്യം തീരുമാനിക്കാൻ ഒരുങ്ങുമ്പോഴും മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ട് വന്ന് ചേരുന്നതാണ്. അതുപോലെ ജീവിതം ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്ന് തോന്നുന്ന സമയങ്ങളിൽ നിലവിലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലൊക്കെ ഒരു മാറ്റം വരുത്തുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ മുന്നോട്ട് പോകാനുള്ള വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ശക്തമായ വേദനകളിലൂടെ ആയിരിക്കാം നിങ്ങളിൽ പല ആളുകളും കടന്നു പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഞ്ചനയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെ വലിയൊരു വേദനയായിരിക്കാം നൽകിയത്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ആ ഒരു വേദന ഒരിക്കലും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ ശക്തനാക്കാനാണെന്നാണ്. അതിനാൽ ഇവിടെ അത്തരം മുറിവുകളെ സുഖപ്പെടുത്തി നിങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം സംഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. പുതിയ ജോലി, പുതിയ ബിസിനസ് ഇവയൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളുണ്ട്. പുതിയൊരു പുലരി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്നും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.